ഉണ്ടാകേണ്ടത് നയപരമായ രാഷ്ട്രീയപരമായ തീരുമാനമല്ലേ ശ്രീ എ റഹീം? താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? എന്തിനാണ് ഈ പറയുന്ന നമ്മൾ തെരഞ്ഞെടുത്തു വിട്ട നമ്മുടെ ജനപ്രതിനിധികൾ, മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് മീഡിയേഷൻ? ശ്രീ എ റഹീം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാ ബഹുമാനത്തോടെ നിലനിർത്തി പറയുന്നു. താങ്കൾ ഇത്രയും നേരം ഞാൻ ആദ്യ ഭാഗം കേട്ടില്ല. പിന്നെ കേട്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാം തരം കുത്തിത്തിരിപ്പ് വർത്താനാണ്. അത് നല്ലതല്ല കേട്ടോ, പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരന്, പ്രത്യേകിച്ച് ഒരു മീഡിയ ആങ്കർക്ക്. കാര്യങ്ങളെ സതുദ്ദേശത്തോടല്ലേ കാണേണ്ടത്. ഡിവൈഎഫ്ഐ എന്ന യുവജന സെക്രട്ടറി വളരെ പോസിറ്റീവായി കാണുകയാണ് സർക്കാർ എടുത്ത സമീപനം. അതോടൊപ്പം തന്നെ ആ ജനാധിപത്യ സമീപനത്തോട് സഹകരിച്ച സമരക്കാർ അവരുടെ ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഞാനിതിനെ പോസിറ്റീവായി കാണുന്നു. തന്നെയുമല്ല, ഈ സമരക്കാരുടെ അവരുടെ ആവശ്യങ്ങൾ പറയുന്നു, ഗവൺമെന്റ് അത് കേൾക്കുന്നു, അതിന് ഉത്തരവ് പ്രതീക്ഷിക്കുന്നു, തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സതുദ്ദേശത്തോടെ ഒരു കാര്യം പുരോഗമിക്കുമ്പോൾ ഇതൊക്കെ പോരാ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഉദ്യോഗാർത്ഥികൾക്ക് മന്ത്രിമാരെ കാണാൻ അത് ശരിയല്ല. റഹീം, ഈ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ മന്ത്രിമാരെ കാണാൻ, നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ എന്താണ് ഇത്ര പ്രശ്നം? എന്തിനാണ് ഇരുമ്പുമറ? എന്തിനാണ് ഒരു മീഡിയേഷൻ, ഒരു ഇടനില എന്തിനാണ്? ഇന്നിപ്പോൾ നടക്കുന്ന എന്ത് കുത്തിത്തിരിപ്പ് ആയിക്കോട്ടെ ശ്രീ റഹീം, ഇടനിലയാണല്ലോ. ഇവർ പറയുന്നത് കേൾക്കുന്നു, കേട്ടിട്ട് അങ്ങോട്ട് പോയി പറയുന്നു. ഇവർക്ക് നേരിട്ട് പോയി പറയാനുള്ള അവസരമല്ലേ ഉണ്ടാവേണ്ടത്? എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല ശ്രീ റഹീം? ഇത് നല്ല നല്ല ലക്ഷണമൊത്ത. ഞാൻ ആദ്യം മുഴുവൻ കേട്ടിരുന്നില്ല. നല്ല കലശലായ കുത്തിത്തിരിപ്പാണ്. നല്ല രോഗമുണ്ട്, കുത്തിത്തിരിപ്പിന്റെ അസുഖമാണ്. അത് ചിലർക്ക് അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കൂ, എന്റെ ചോദ്യത്തിന് നേരിട്ടുള്ളതായിരുന്നില്ലേ? എന്തുകൊണ്ട് ഈ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ മന്ത്രിമാരെ കാണാൻ അവസരം ഉണ്ടാകുന്നില്ല? നേരിട്ടുള്ള ചോദ്യമല്ലേ? അതിലൂടെയാണ് കുത്തിരിപ്പ്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ. അല്ല ഹാഷ്മി, ഒന്ന് കേൾക്ക്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും വെറുതെ പറയുന്ന ആളല്ലല്ലോ. ഞങ്ങൾ എത്രയോ കാലമായി നമ്മൾ തമ്മിൽ കാണുന്ന ആളാ. ഞാൻ പറഞ്ഞിട്ടില്ല. സമരപ്പന്തലിൽ നേരിട്ടെത്തി കത്തുകൊടുത്ത് ഇന്നവരെ ക്ഷണിച്ച് സമയം നിശ്ചയിച്ച് അവരുമായി ജനാധിപത്യപരമായി മണിക്കൂറുകൾ നീണ്ട് ചർച്ച കഴിഞ്ഞു. ആ ചർച്ച കഴിഞ്ഞിറങ്ങിയവർ സംതൃപ്തിയും പ്രതീക്ഷയുമാണ്. അപ്പോഴും ഇങ്ങനെ നിൽക്കുന്നവരുടെ പേര് എന്താണ്? നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെന്നാണോ? ശ്രീമതി ലയ രാജേഷ് അടക്കമുള്ള മന്ത്രിതല ചർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഡിവൈഎഫ്ഐ മീഡിയേഷന് ശേഷം അവർ ഗതികേട് കൊണ്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ ചർച്ചയിലേക്ക് പോയതാണ്. ഇന്ന് കേട്ടതാരാണ്? മനോജ് എബ്രഹാമും ആഭ്യന്തര സെക്രട്ടറിയും. അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയങ്ങളാണോ ലയ രാജേഷും കൂട്ടരും ഉന്നയിക്കുന്നത്? പിന്നെ നാണക്കെടുത്തി. തീരുമാനമെടുക്കാൻ കഴിയുന്നത് ലെജിസ്ലേച്ചറിനല്ലേ, മന്ത്രിമാർക്കല്ലേ, ക്യാബിനറ്റിലല്ലേ ശ്രീ റഹീം? അവരല്ലേ കേൾക്കേണ്ടത്? അത് ചോദിക്കുമ്പോൾ കുത്തിത്തിരിപ്പാവുന്നത് എങ്ങനെയാണ്? എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു.